ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എക്സ്ബോ ഗെയിമർ. മറ്റൊരു കിടുക്കജിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുടെ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക സുഹൃത്തുക്കളെ. വീഡിയോ ഇഷ്ടപ്പെട്ട മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്നത് മറക്കല്ലേ. അപ്പോൾ നമുക്ക് 200 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 205 സബ്സ്ക്രൈബേഴ്സ് നമുക്കിപ്പോൾ ഉണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്നലെ ആയിരുന്നു നമ്മൾ ആ ഒരു മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ നമ്മൾ ഇനി റോഡ് ടു 250 സബ്സ്ക്രൈബേഴ്സാണ്, 250 സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക. അപ്പോൾ ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻ്റെ ഒരു വീഡിയോ നമ്മളിത് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ എപ്പിസോഡ് 8 ആയിട്ടാണ് സുഹൃത്തുക്കളെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ സ്റ്റോറേജും ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഗൈസ്, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ 2-3 ദിവസമായി സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ എപ്പിസോഡ് ഇട്ടിട്ട് കേട്ടോ. 2-3 അല്ല, ഒരാഴ്ച കൂടുതലായെന്ന് തോന്നുന്നു നമ്മൾ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൻ്റെ എപ്പിസോഡ് ഇട്ടിട്ട്. അപ്പോൾ അത് എന്നു പറഞ്ഞാൽ നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കുമായിരുന്നു സുഹൃത്തുക്കളെ. മൈൻക്രാഫ്റ്റ് നമ്മൾ സെർവറിലായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരൊക്കെ പോയി കാണുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറാൻ കുറച്ച് ഡിലേ ആയത്. അന്ന് ഞാൻ കുറച്ച് ഓഫ് ക്യാമിൽ ഇരുന്നേണ്ടേ ഇങ്ങനത്തെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കുറച്ചുകൂടെ നമ്മുടെ കടയിൽ നിന്ന് സെറ്റപ്പ് ആക്കി ഇവിടെ എടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോറേജിലൊരു ലൈറ്റ് അങ്ങോട്ട് ഫിക്സ് ചെയ്യണം കേട്ടോ. ഈ സ്റ്റോറേജിലാണ് ലൈറ്റും ഇല്ല. പിന്നെ ഒരു പ്രോഡക്റ്റ് ലൈസൻസ് എടുക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ലെവൽ 15 ആവണം ഒരു റീസ്റ്റോക്കറിനെ വാങ്ങിക്കാൻ. അപ്പോൾ റീസ്റ്റോക്കറിനെയും വാങ്ങിക്കണം നമുക്ക്. അതായത് ഈ സാധനങ്ങളൊക്കെ പെറുക്കി ഇതിനകത്തുകൊണ്ട് വെക്കാനേ ഒരു റീസ്റ്റോക്കറിനെയും കൂടെ വാങ്ങിക്കണം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത് ഇറക്കി ഇതിനകത്ത് വെക്കാനായിട്ട് സ്ഥലമുണ്ടോ? കുറച്ച് സ്ഥലമുണ്ട്. ഇതൊക്കെ പിറക്കി ഇതിനകത്തോട്ട് വെക്കാൻ. എന്നിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇന്ന് വാങ്ങിക്കണം. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് വാങ്ങിക്കണം സുഹൃത്തുക്കളെ. അപ്പോൾ കുറച്ച് നമുക്ക് വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് പോയി എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു, വാങ്ങിക്കാമായിരുന്നു. പക്ഷേ നമുക്ക് 550 വേണം. അപ്പോൾ അത് വാങ്ങിച്ചാലും നമ്മുടെ പിന്നെ പ്രൊഡക്ട്സ് വാങ്ങിക്കാനുള്ള പൈസ കാണത്തില്ല. അപ്പോൾ നമുക്ക് ഇത് വാങ്ങിക്കാം. ആദ്യം തന്നെ സിറിയൽ ഇരിപ്പുണ്ട്, നമ്മുടെ ചോക്ക് പിക്ക്. അപ്പോൾ അത് നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ടോ? ഇവിടെ സിറിയൽ ഇതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. എന്നാലും നമുക്ക് ഒരു സിറിയൽ വാങ്ങിക്കാം, ഒരെണ്ണം വാങ്ങിച്ചേക്കാം. പിന്നെ എണ്ണ ഒരെണ്ണം വാങ്ങിച്ചേക്കാം. ഫ്ലോർ ഒരെണ്ണം ഇരിക്കട്ടെ. പാസ്ത ഒരു അല്ലെങ്കിൽ വേണ്ട, പാസ്ത അത്ര ഇരിക്കട്ടെ. ഷുഗറൊക്കെ ഉണ്ട്, വെള്ളമുണ്ട്, മുട്ട ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് മുട്ടയൊന്നും വേണ്ട, ഈ ഫ്ലോർ ഒരെണ്ണം വാങ്ങിക്കാം, അതിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഏതാ നമുക്ക് വേണ്ടത്? ഉപ്പൊന്നും വേണ്ട. പിന്നെ സോഡ, അതാണ് നമുക്ക് ഈ ഒരു മിൽക്കിൻ്റെയും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം. ഓക്കെ, നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. മിൽക്കിൻ്റെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, ആ സീനില്ല. നമുക്കേ എന്തായാലും ഈ സാധനങ്ങളൊക്കെ പെറുക്കി അതിനകത്തുകൊണ്ട് വയ്ക്കാം. കുറച്ച് ഫ്ലോറൊക്കെ ഇരിപ്പുണ്ട്. ഫ്ലോർ നമുക്ക് ഇവിടെ ആയിട്ട് അതാണ് ഇവിടെ വെക്കാം. നമുക്കേ ഫ്ലോറ് ഒരെണ്ണം കൂടെ വാങ്ങിക്കാമായിരുന്നു കേട്ടോ. ഒരു ഫ്ലോറും കൂടെ നമുക്ക് വാങ്ങിക്കാമായിരുന്നു. അത് ആ സീനില്ല, നമുക്ക് വാങ്ങിക്കാമോ? എണ്ണ ഇരിപ്പുണ്ടായിരുന്നടാ, ആ സീനില്ല. നമുക്ക് ഈ എണ്ണ തീർന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കാം. അതാകുമ്പോൾ പിന്നെ വലിയ സീനില്ല. ഓക്കെ, എണ്ണ അവിടെ കറക്റ്റായിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ എന്തൊക്കെയോ വില കൂടിയിട്ടുണ്ട്, ഞാനത് നോക്കിയില്ല കേട്ടോ. ഓക്കെ, നമ്മുടെ ചോക്ക് പിക്ക് നമുക്ക് ഇവിടെ തന്നെ വെച്ചേക്കാം. ഇവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഇവിടെയും കൂടെ അങ്ങ് വെച്ചേക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ചോക്ക് പിക്ക് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് എടുത്ത് വെക്കാം. മിൽക്കിൻ്റെ ഒരു ബോട്ടിലൊക്കെ ഇരിപ്പുണ്ട്. ഇതിന് നല്ല വില കേട്ടോ. ഇതിന് അത്യാവശ്യം ഒരു 13 എത്രയോ ഡോളറിൻ്റെ വിലയുണ്ട് ഇതിന് കേട്ടോ. അയ്യോ, ഇതെടുത്തിട്ടേ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം, ഓരോന്നോരോന്നായിട്ട് ഇവിടെ വെക്കാം. ഓക്കെ, അങ്ങനെ അതും സെറ്റ് ചെയ്ത് നമ്മളിവിടെ വെച്ചു. അതുകൊണ്ട് ആൾക്കാരൊക്കെ നടന്ന് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കേ പാസ്തയ്ക്ക് ഒന്ന് വില കൂടിയെന്ന് പറയുന്നുണ്ട്. പാസ്തയ്ക്ക് 3 അല്ലില്ല, എല്ലാം കറക്റ്റ് വിലയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് പിന്നെ വലിയ സീനില്ല. ഇതിനൊക്കെ വില കൂടിയതാണ്ട് ഈ ഒരു ഇല്ല, അതിനും വില കൂടി ഇല്ല, അത് വില കുറഞ്ഞു കേട്ടോ. ഓക്കെ, ഇതിനൊക്കെ കറക്റ്റ് ഡോളറാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇനി കുഴപ്പമൊന്നുമില്ല. ഇനി എണ്ണയ്ക്ക് വല്ല വില കൂടിയെന്ന് നോക്കട്ടെ. എണ്ണയൊന്നും സീനില്ല. ഓക്കെ, അപ്പോൾ നമുക്കേ എന്തായാലും നമ്മുടെ കട അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. ആരെങ്കിലുമൊക്കെ വരട്ടതാണ്. നമ്മൾ ഇവിടെ ഒരു ക്യാഷ്യറൊക്കെ ഹയർ ചെയ്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ കോള എല്ലാം സെറ്റാണ്, ജ്യൂസൊക്കെ സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. മുട്ടയും ഇരിപ്പുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഫർണിച്ചേഴ്സിൽ പോയിട്ട് നമുക്കൊരു ലൈറ്റ് വാങ്ങിക്കാം. ഈ ലൈറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് അതിനു മുമ്പേ ഞാൻ ബാങ്കിൽ എനിക്ക് കുറച്ച് പേ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ബിൽസിൽ പോയിട്ട് ഞാൻ $50 പേ ചെയ്യാൻ കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കണ്ട $173 അവിടെ തീർന്നു. നമ്മൾ $2000 അന്ന് എടുത്തായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പേ ചെയ്തത്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റ് നമ്മുടെ സ്റ്റോറേജ് റൂമിൽ നമുക്ക് ഈ ഒരു സൈഡിൽ ഒരെണ്ണം മതി, ഒരെണ്ണത്തിന് വെക്കാനേ ഉള്ളു. ഇവിടെ നമുക്ക് ഈ ഒരു സൈഡിൽ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് ലൈറ്റ് ഇട്ടൊന്ന് നോക്കണം കേട്ടോ. അവിടെ നൈറ്റ് ആകുമ്പോൾ, അതായത് രാത്രി നമുക്ക് അവിടെ ലൈറ്റ് ഇട്ട് നോക്കാം വർക്ക് ആവുന്നുണ്ടോ, അതായത് വെട്ടം കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ ആൾക്കാർ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അതുകൊണ്ട് സാധനം ഈ ഇവന് നമുക്ക് ഇച്ചിരി സ്പീഡ് കൂട്ടിയാലോ, ഇവന് നമുക്ക് ഇച്ചിരി ഓക്കെ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇവന്. കാരണം പെട്ടെന്ന് ആൾക്കാരെ പറഞ്ഞു വിടണം, അല്ലെങ്കിൽ സെറ്റ് ആകത്തില്ല. ഇതെടുത്തിട്ട് വെള്ളം കുപ്പി ആൾക്കാർ വാങ്ങിച്ചോ ഇല്ലേ? ആൾക്കാർ വെള്ളം കുപ്പി ഒന്നും വാങ്ങിക്കാത്ത എന്താ, എല്ലാവരും ഇവിടെ വെക്കായിരുന്നു നമുക്ക്. വാങ്ങിച്ച് വെള്ളം കുപ്പിയല്ല, സോഡയാണ് വാങ്ങിച്ചത്. ആ സീനില്ല, നമുക്ക് ഇവിടെ സ്ഥലമുണ്ടോ? ഇവിടെ സ്ഥലമില്ല, ആരും സോഡയൊന്നും വാങ്ങിക്കുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കേ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് ഫർണിച്ചേഴ്സ് വാങ്ങിക്കാൻ പറ്റിയ സ്പീക്കർ ഇരിപ്പുണ്ട്. സ്പീക്കർ ഫ്രീസറൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു എന്തെങ്കിലും വാങ്ങിക്കാം. നമുക്കേ ഒരു സ്പീക്കർ വാങ്ങിക്കാം. ഒരു സ്പീക്കർ വാങ്ങിച്ചിട്ട് നമുക്ക് അത് വാങ്ങിച്ച് ഇവിടെ വെക്കാം സുഹൃത്തുക്കളെ. ഈ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇത് എന്ത് സംഭവം? ഇനി ഇതിനകത്ത് പാട്ടിടാൻ പറ്റുമോ? എടാ സ്പീക്കർ ഇതെങ്ങനെയാടാ വെക്കുന്നേ? ഇവിടെ വല്ല അറ്റാച്ച് ചെയ്ത് വെക്കണമായിരിക്കും. അതേണ്ട. ഇവിടെ നമുക്ക് ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ നമുക്ക് എന്നിട്ട് ഒരു സ്പീക്കർ വാങ്ങി വെച്ച് ഇതിനകത്ത് പാട്ട് വല്ലതും കേൾക്കുക എന്തോ. എന്തായാലും സ്പീക്കർ അവിടെ ഇരിക്കട്ടെ. നമുക്ക് വേറെ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. വേറെ സെൽഫ് ചെക്കൗട്ട് കൗണ്ടർ, അത് നമുക്ക് ഒരു 2 എപ്പിസോഡ് കൂടെ കഴിഞ്ഞ് നമുക്ക് ആ സെൽഫ് ചെക്കൗട്ട് കൗണ്ടർ വാങ്ങിക്കാൻ നോക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മളായിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ ചെക്ക് ചെയ്ത് പൈസ വാങ്ങിച്ചോളാം. അപ്പോൾ അതൊക്കെയാണ്. ഫ്രീസർ ട്രിബിള് $550. എല്ലാത്തിനും നല്ല വില വരുന്നുണ്ട് കേട്ടോ. നമുക്കേ പ്രോഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കണം. പ്രൊഡക്ട്സിനൊക്കെ നല്ല വിലയുണ്ട്. ഒന്നും സീനില്ല. ഇതിന് ഈ മിൽക്കിന് എത്ര വിലയാണ് നോക്കട്ടെ? $13 ശരി, അതൊന്നും സീനില്ല. എല്ലാത്തിനും വില കൂടുതലാണെന്നാണ് പറയുന്നത്. വേണേ വാങ്ങിച്ചാൽ മതി. നമ്മൾ ബിസിനസ്സാണ് സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്ക് ഇച്ചിരി വില കിട്ടണം. കാരണം മുട്ടത്തലേ പോയി വാങ്ങിക്കണം പോടാ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഈ വാളിന് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ. നമ്മൾ പൈസ കൊടുത്താലേ നമുക്ക്, അതായത് ഒറിജിനൽ പൈസ നമ്മൾ അങ്ങോട്ട് പേ ചെയ്യണം, എന്നാലേ നമുക്ക് വാളിന് ഇതാക്കാൻ ഒക്കത്തുള്ളൂ. നമുക്ക് ഇവനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിട്ടേക്കാം. എന്താണെന്നറിയാമോ, ആൾക്കാരെല്ലാം ഇങ്ങനെ വരെ ക്യൂ നിൽക്കും. എന്തിനാണെന്നറിയത്തില്ല. നമ്മുടെ വെള്ളം കുപ്പി തീർന്നിട്ടുണ്ട്, നമുക്ക് ഇവിടെ വെക്കാം കേട്ടോ. ഇവിടെ വെള്ളം കുപ്പി ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, എന്നിട്ട് ഇതുകൊണ്ട് നമുക്ക് ബാസ്ക്കറ്റിൽ കൊണ്ട് ഇടാം. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ നമ്മൾ സ്റ്റോറേജിൽ എന്തൊക്കെയോ സ്റ്റോർ ചെയ്ത് വെച്ചായിരുന്നല്ലോ. ഷുഗർ നമുക്ക് തീരാറായോ? ഷുഗർ തീരാറായോ കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ വെച്ചേക്കാം നമുക്ക്. അതായത് നമ്മുടെ ഷുഗർ തീരാറായി, എന്നാലും ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, അങ്ങനെ ഷുഗർ സെറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കട്ടെ. ഇനി എന്തൊക്കെയാണ് നമുക്ക് വാങ്ങിക്കാം? നമ്മളെ സ്റ്റോർ നമുക്ക് എക്സ്പാൻഡ് അടുത്ത് ചെയ്യാനായിട്ട് എത്ര $? വേണം? നല്ല $? വേണം തോന്നുന്നു കേട്ടോ. കാരണം നമ്മുടെ സ്റ്റോർ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റിൽ പോയിട്ട് ഗ്രോത്ത് $1300 വേണം. ഓക്കെ, ചേഞ്ച് എൻട്രൻസ് ഇതിന് നമ്മൾ റിയൽ പൈസ കൊടുക്കണം കേട്ടോ. പിന്നെ എൻട്രൻസ് പൊസിഷൻ ഉണ്ട്, അപ്പോൾ അതിനെന്തൊക്കെയോ $700 വേണം അത് ചേഞ്ച് ചെയ്യാൻ. അതെന്തുവാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നമുക്ക് പ്രോഡക്റ്റ് ലൈസൻസ് ഒരെണ്ണം വാങ്ങിക്കണം. ഓക്കെ, അത് ഒരെണ്ണം വാങ്ങിച്ചിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വെക്കാം. അതുകൊണ്ട് നമുക്ക് ലൈറ്റ് ഒന്നും ഇടാം. എന്താണെന്നറിയാമോ, ഇവിടെ വെളിച്ചമില്ല, അതുകൊണ്ട്. അപ്പം നമ്മുടെ സ്റ്റോറേജിൽ പോയിട്ട് നമുക്ക് എന്തോ നോക്കട്ടെ. സ്റ്റോറേജിൽ ഇവിടെ ലൈറ്റ് ഇടാനായിട്ട് ഇനി ഇവിടെ സ്വിച്ച് വെക്കണോ? എനിക്ക് തോന്നുന്നു അവിടെ ഒരു സ്വിച്ച് വെക്കണമെന്ന് തോന്നുന്നു. കാരണം ഇത് വല്ലതാണോ? നമുക്കേ ഇനി അവിടെ ലൈറ്റ് വീണോന്ന് നോക്കട്ടെ. ഇവിടെ ഇല്ല. ഇവിടെ ലൈറ്റ് വീഴാനായിട്ട് ഇനി സ്വിച്ച് വല്ലതും വാങ്ങിക്കാൻ പറ്റുമോ? എനിക്കറിയത്തില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ഇനി അവിടെ വെക്കാൻ പറ്റത്തില്ല. ഇനി ഇതിൻ്റെ അടിയിൽ നമുക്ക് സ്വിച്ച് വല്ലതും ഉണ്ടോ? ഇനി സ്വിച്ച് വല്ലതും വാങ്ങിച്ച് വെക്കാൻ പറ്റുമോ? ഇല്ല. ഈ കാറ്റഗറി സൈൻ എന്തുവാ അതെനിക്കറിയത്തില്ല കേട്ടോ. അതെന്താണെന്ന് അറിയാവുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ. ഓക്കെ, നമ്മുടെ സോഡ എടുത്ത് ഇവിടെ വെക്കാൻ തീർന്നോ? സോഡ ഒരെണ്ണം എങ്ങാണ്ട് തീർന്നു കേട്ടോ. ഒരെണ്ണം തീർന്ന് ഇല്ല കുറച്ച് തീർന്നു നമ്മുടെ സോഡ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കൊണ്ടേ ഇതിനകത്ത് ഇടാം. ഓക്കെ, നമ്മുടെ സോഡ എങ്ങാണ്ട് തീരാറായി. അപ്പോൾ സാധനങ്ങളൊക്കെ ആൾക്കാർ നല്ല കച്ചവടം ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കളെ ഇവിടെ. ഓക്കെ, നല്ല കച്ചവടം ഉണ്ട് നമുക്കിവിടെ.
ഈ സ്പീക്കറിൽ എങ്ങനെയാണോ പാട്ടിടുന്നത്, എനിക്കൊന്ന് വല്ല മ്യൂസിക് വല്ലതും എനിക്ക് കൊണ്ട് വെക്കണമെന്ന് തോന്നുന്നു. എന്നാലും ആ സ്പീക്കറിൽ എങ്ങനെയാണോ പാട്ടിടുന്നത്, നമുക്കേ ഓക്കെ, നമുക്ക് $711 ആയിട്ടുണ്ട്. നമുക്ക് എന്നാലും ആ പ്രോഡക്റ്റ് ലൈസൻസ് വാങ്ങിച്ചേക്കാം. മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് ഒരു മാർക്കറ്റിലല്ല, മാനേജ്മെൻറ്റിൽ പോയിട്ട് നമുക്ക് അടുത്ത പ്രോഡക്റ്റ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ കേക്ക്, സിറിയൽ, എന്തോ ചോക്ലേറ്റ് ബാറ് എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. നമുക്ക് അതൊരെണ്ണം വാങ്ങിക്കാൻ വേറെ ഇരിപ്പുണ്ട് കേട്ടോ. തേനൊക്കെ വയ്ക്കാൻ പറ്റും, അത് സീനില്ല. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കാം. അതാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബോൺ പാപ്പ കേക്ക് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. ഇങ്ങനെ, അതായത് ഇങ്ങനെ അത് വാങ്ങിക്കണ്ട, ഞാൻ എല്ലാം മറന്നുപോയി ഒരാഴ്ച കളിക്കാത്തതുകൊണ്ട്. ഓക്കെ, നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് പ്രോഡക്ട്സിൽ പോയിട്ട് അടിയിലോട്ട് വല്ലതും ഉണ്ടോ, അതോ മണ്ടയ്ക്ക് തന്നെയാണോ? മണ്ടയ്ക്ക് തന്നെ. ഒലീവ് ഓയിൽ എടാ നമ്മൾ വാങ്ങിച്ച് ഓക്കെ അതുകൊണ്ട് ചോക്ലേറ്റ് ബാർ $21, യോഹർട്ട് $26. നമുക്ക് എല്ലാം ഇത് ഓരോന്ന് വാങ്ങിച്ച് കാർട്ടിലിടാം. $71 ആയി. സിറിയൽ വേണ്ട, സിറിയൽ ഓൾറെഡി ഇവിടെ ഇരിപ്പുണ്ട്. കേക്ക് ഒരെണ്ണം വാങ്ങിച്ചേക്കാം. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ എല്ലാം കൂടെ $100 എത്രയോ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഈ പ്രോഡക്ട്സ് ഇതിനകത്ത് വെച്ചിട്ടേ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ പുതിയ പ്രോഡക്റ്റ് ലൈസൻസ് വാങ്ങിച്ചു, അതുകൊണ്ട് സീനില്ല. ഓക്കെ, അപ്പോൾ നൈറ്റ് 9 PM ആയിട്ടുണ്ട്. ഇവനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഓക്കെ, ഇവനെ ഒന്ന് ബൂസ്റ്റ് ചെയ്തൊന്ന് പെട്ടെന്ന് വിട്ടോ. ആൾക്കാരൊക്കെ പോട്ടെ. 9 മണി ആയിട്ടുണ്ട്. കട അടയ്ക്കാനുള്ള സമയമായിട്ടുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇവിടെ വഴിനീള ആൾക്കാരെ ഇവനാടാ നിന്നെ ഇവിടെ കാശ് തന്ന് $80 തന്ന് നിർത്തിയേക്കുന്നത് ഇതേ കൊണ്ട് പതുക്കെ വിൽക്കാനേ, എളുപ്പം വിൽക്കാനാ. അതിന് നീ എൻ്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പൈസ വാങ്ങിക്കല്ലേ. നമുക്ക് ഈ കട അടയ്ക്കാം. ഈ ആളെല്ലാം ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് കട അടയ്ക്കാം. നമ്മുടെ സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ തീർന്നു കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ എന്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പാസ്ത ഇവിടെ ഇരുന്ന പാസ്തയൊക്കെ തീർന്നു. പിന്നെ എണ്ണ കുറേ തീർന്നു. കുറേ എണ്ണയൊക്കെ തീർന്നു സുഹൃത്തുക്കളെ. പിന്നെ ഇവിടെ കുറച്ച് ഒലീവ് ഓയിലൊക്കെ ഉണ്ടായിരുന്നു. സിറിയലും കുറേയൊക്കെ തീർന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ 9 PM ആയിട്ടുണ്ട്. നമുക്കേ കട ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കട ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോട്ടലി ഇപ്പോൾ എല്ലാം കൂടെ ചേർന്ന് നമുക്ക് $366 ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം നമുക്ക് വാങ്ങിച്ചിട്ടേ, അതായത് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ കൊണ്ട് വെക്കാം. എന്നിട്ട് അതിന് വിലയും ഇടണം. വില ഇട്ടില്ലെങ്കിൽ ആൾക്കാർ വന്ന് LICന് കുറഞ്ഞ വിലയ്ക്ക് എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് നമുക്ക് കേക്കൊക്കെ ഇവിടെ വെച്ചേക്കാം കേട്ടോ. കേക്ക് മണ്ടയ്ക്ക് എന്തോ ബ്രാൻഡിൻ്റെ നല്ല കേക്കൊക്കെ ആണെന്ന് തോന്നുന്നു. നമുക്കേ ഇത് ഇവിടെ വെക്കാം. ഇത് ക്യാൻഡി മിഠായി നമുക്ക് ഇതാണ് ഈ താഴെ വെച്ചേക്കാം. ഓക്കെ, മിഠായി അവിടെ ഇരിക്കട്ടെ സുഹൃത്തുക്കളെ. ഓക്കെ, മിഠായിക്ക് വില ഇടണം. മിഠായിക്കൊക്കെ നല്ല വിലയാണ്. $23 ഈ ഒരു പാക്കറ്റ് വാങ്ങിക്കാം കേട്ടോ. ഓക്കെ, അതാണ് ക്യാൻഡിക്ക് വില കുറഞ്ഞു. അപ്പോൾ നമ്മൾ ക്യാൻഡി അല്ല, ചോക്ലേറ്റ് ബാർ. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് വില കിട്ടണം. ഇത് നമുക്ക് ഇവിടെ ഇരിക്കണ്ട. ചോക്ലേറ്റ് ബാർ നമുക്ക് ഇതാണ്ട് ഇവിടെ വെച്ചേക്കാം. എന്നിട്ട് ലാസ്റ്റായിട്ട് അതിനകത്ത് വേണ്ട, ഇത് മറ്റേ യോഹർട്ടോ അങ്ങനെ കണ്ട് പറഞ്ഞ സംഭവമായിരുന്നു. നമുക്ക് ഇത് ഫ്രിഡ്ജിലേ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് പ്ലേസ് ചെയ്യാനാണ് ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം സുഹൃത്തുക്കളെ. എല്ലാം ചെറിയ സാധനമാണ്. മണ്ടയ്ക്ക് ഇരുന്നോളൂ എന്ന് തോന്നുന്നു. ഇരുന്ന് സീനില്ല. ഓക്കെ, അത് വാങ്ങിച്ചു. ഇനി ഇതിനൊക്കെ നമുക്ക് വില ഇടണം. വില എത്ര? എല്ലാത്തിനും കൂടെ നല്ല രൂപ വരും കേട്ടോ. നമ്മൾ സ്റ്റോർ ലെവൽ 13 തന്നെയാണ്. ഇപ്പോഴും നമുക്ക് 15 ആയി കഴിഞ്ഞാലേ റീസ്റ്റോക്കറിനെ വാങ്ങിക്കാൻ ഒക്കത്തുള്ളൂ. ഓക്കെ, ഇതിന് $2 ആണെങ്കിൽ നമുക്ക് $3 ഇടാം. ഓക്കെ, പിന്നെ ഇതിനൊക്കെ വില കുറവാണ് കേട്ടോ. കേക്കിന് എത്ര വില? കേക്കിന് മാർക്കറ്റ് പ്രൈസ് 4.20. നമുക്ക് $5 ഇടാം. ഓക്കെ, $5 കേക്കിന് ഇട്ടിട്ടുണ്ട്. പിന്നെ ക്യാൻഡി $4.18. അപ്പോൾ നമുക്ക് $5.10 ഇടാം. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മൾ കിട്ടിയതിനെല്ലാത്തിനും വില ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ചോക്ലേറ്റ് ബാറിന് ഇന്ന് വില കുറവാണ്, 3.13 ഉള്ളൂ. അപ്പം നമുക്ക് $4 ഇടാം. ഓക്കെ, സെറ്റ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേ നമുക്ക് നമ്മുടെ ഈ ഒരു കടയൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. ഓക്കെ, നമുക്കൊരു റീസ്റ്റോക്കറിനെ വാങ്ങിക്കാൻ നോക്കാം അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സുഹൃത്തുക്കളെ. നമ്മൾ റോഡ് 250 സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇപ്പോൾ 205 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സ് മതി. അതായത് ഒരു 45 സബ്സ്ക്രൈബേഴ്സും കൂടെ മതി നമുക്കിനി 250 എന്നൊരു മൈൽസ്റ്റോൺ കംപ്ലീറ്റ് ആക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക സുഹൃത്തുക്കളെ. അപ്പോൾ ഹോപ്പ്ഫുള്ളി എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തുകൊണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ദിവസം കാണാമെങ്കിൽ എല്ലാ കൂട്ടർക്കും ബൈ.